ഉണ്ട് അവർക്ക്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിങ്ങനെ ഓൺ വോയിസിൽ വീഡിയോ ചെയ്തിട്ട് കുറേ മുമ്പ് ഇന്നാളൊരു കമന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, സിലുത്താന്റെ ആ പഴയ ഒരു വൈബില്ല, കുട്ടികളുടെ ഒച്ചയും ബഹളവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഭയങ്കര എന്താ പറയാ പ്രൊഫഷണലി ആണ് ഇത്രയും ദിവസം വീഡിയോസ് ഒക്കെ കൊണ്ടുവരുന്നത്. കുറച്ച് ചളിയൊക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളിത് പഴയ ആ ഒരു വൈബിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മള് 2 ദിവസം മുമ്പ് ഗ്രോസറീസ് കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മന്ത്ലി ഷോപ്പിംഗ് ഒക്കെ മുമ്പ് കാണിക്കായിരുന്നു, പക്ഷെ ഇപ്പൊ മന്ത്ലി ഷോപ്പിംഗ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് കാണിക്കാനൊന്നുമില്ല. അപ്പൊ കുറെ കാലത്തിന് ശേഷമാണ് ഷോപ്പിംഗ് ചെയ്യാനും പോയിട്ടുള്ളത്. അപ്പൊ കുറെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു പാൻട്രി സെക്ഷൻ മൊത്തത്തിൽ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റി എല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഫ്രിഡ്ജിത്തെ എല്ലാം ഒന്ന് മാറ്റി തുടച്ച് വൃത്തിയാക്കി അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാനും വേണ്ടിട്ട് പോവാണ്. ഷോപ്പിംഗ് ചെയ്തതിന്റെ വികാരം കാണിച്ചു തരാം. കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല എങ്കിലും കുറച്ച്, അതായത് എനിക്ക് വേണ്ട കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെയാണ് കേട്ടോ നമ്മള് ഇവിടെ വാങ്ങി വെച്ചിട്ടുള്ളത്. ഇനി ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്തിട്ട് അങ്ങനെയും ഇങ്ങനെയും ഒക്കെ അമ്മയ്ക്ക് അമ്മയ്ക്ക് അത്യാവശ്യം ഉള്ള സാധനങ്ങൾ കേട്ടോ. ഏതൊക്കെയാണെന്ന് കാണിച്ചാൽ ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ ചെയ്യണം പറഞ്ഞിരിക്കണം. എന്താണെന്ന് വെച്ചാല് എനിക്ക് എന്നാലും ഇതൊക്കെ തിന്നാൻ പറ്റുള്ളൂ. എന്നാലും രാത്രിയൊക്കെ ക്രേവിങ് അടിച്ചിട്ട് വിശന്നിട്ട് തിന്നാൻ പറ്റാതിരിക്കായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനം എന്ന് പറയുമ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ബേബിക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റിയ യോഗട്ട്, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. പിന്നെ അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടമില്ലാത്ത സംഭവങ്ങളായതുകൊണ്ട് ഞാൻ കഴിച്ചോണ്ട്. നോക്ക് ഗായ്സ്, നോക്ക്, ഇവളെന്നെ കൊണ്ട് ചോക്ലേറ്റ് വാങ്ങി മുടിപ്പിച്ച്. സ്വന്തം വാങ്ങില്ല. അത് മാത്രല്ല, അപ്പൊ എന്തായാലും നിങ്ങള് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ചോദിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കംഫർട്ടബിൾ ആയിട്ട്, അതായത് ഫുൾ സ്ലീവ് നമുക്ക് എപ്പോഴും വേണമല്ലോ. അപ്പൊ വീട്ടിലിടുന്ന പോലത്തെ ഡ്രസ്സുകൾ ഫുൾ സ്ലീവ് പൊതുവെ കിട്ടാറില്ല. അപ്പൊ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. എവിടെന്നാ വാങ്ങിച്ചത്, പിന്നെ എന്തൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഞാൻ കാണിച്ചു തരുന്നിട്ടാ. ഷയ്യവേ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ് കേട്ടോ നമ്മൾ നമ്മുടെ നൈറ്റ് ഡ്രസ്സൊക്കെ വാങ്ങിച്ചത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ബ്രാസും പിന്നെ പാൻറ്റീസും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് നമ്മുടെ ലേഡീസിന് വേണ്ട ഇതുപോലെയുള്ള ബ്രാസ്, പാൻറ്റീസ്, നൈറ്റ് ഡ്രസ്സ് പോലെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു സൈറ്റാണ്. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അടിപൊളി ക്വാളിറ്റിയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഇവരുടെ ഈ സൈറ്റിൽ നിന്നാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. പിന്നെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ട്. എല്ലാ ഐറ്റംസിനും ഫ്ലാറ്റ് 50%, ഫ്ലാറ്റ് 40% ഓഫേഴ്സ് എല്ലാ കാറ്റഗറിയിലും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവരുടെ ഈ ബ്രാസൊക്കെ ഇതിൽ വാങ്ങുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മൾ പലർക്കും ഷോപ്പിലൊക്കെ പോയി വാങ്ങുന്ന സമയത്ത് മടിയൊക്കെ ഉണ്ടാവില്ല. ആ ഒരു മടിയൊന്നും ഇല്ലാതെ നമുക്ക് തന്നെ നോക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സൈസൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാന്നുള്ളത്. ഇവരുടെ സൈഡിൽ തന്നെ നമ്മുടെ സൈസ് ചാർട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നോക്കിയിട്ട് നമ്മുടെ ബേസ്റ്റിൻ്റെ ഭാഗത്ത് അളവെടുത്തിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് സൈസിൽ കിട്ടും. പിന്നെ ക്വാളിറ്റി വൈസ് ഒന്നും പറയാനില്ല. ഈ ഒരു ബ്രാൻഡ് കാര്യം എടുത്ത് പറയണം. കാണുമ്പോൾ തന്നെ എന്തോ ഒരു പ്രത്യേകത തോന്നില്ല. പിന്നെ ഇത് വന്നിട്ട് പാഡഡ് ബ്രായാണ്. പാഡ് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും. ഈ ഒരു മെറ്റീരിയൽ അത്രയും കംഫർട്ടബിൾ ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ ഇന്നേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനോട് ചേർന്നെടുക്കുന്ന സംഭവം. അപ്പോൾ അത് അത്രയും ക്വാളിറ്റി ആയിട്ട് തന്നെ നമ്മൾ എന്തായാലും ഇടണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റേ ബ്രാ ഒരിക്കലെങ്കിലും ഒന്ന് വാങ്ങിച്ച് നോക്കുക കേട്ടോ. നിങ്ങൾ എന്തായാലും പിന്നെ എൻ്റെ വന്നിട്ട് താങ്ക്സ് പറയും. അത്രയും കംഫർട്ടബിൾ ആയിട്ടുണ്ട്. പിന്നെ മറ്റേത് വന്നിട്ട് ഒരു ലേസ് മെറ്റീരിയലിൻ്റെ ഒരു ബ്രായാണ്, ഫാൻസി ടൈപ്പ്. പിന്നെ ഇതാണ് നമ്മുടെ നൈറ്റ് ഡ്രസ്സ്. ഞാൻ ഒരുപാട് ഭാഗത്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ, ഇതുപോലെ ഫുൾ സ്ലീവിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ ഷൂട്ടിനൊക്കെ ഉപകാരമാവുമല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവരുടെ സൈറ്റിൽ നോക്കിയപ്പോൾ ഹാഫ് സ്ലീവ്, ഫുൾ സ്ലീവ് എല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ നിന്ന് അങ്ങനെ ഒരെണ്ണം ഞാൻ എടുത്താണ്. പിന്നെ 2 പാൻറ്റീസ് വന്നിട്ട് നമ്മൾ ഈ വാങ്ങിച്ചതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് കേട്ടോ. ഈ നൈറ്റ് ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ബനിയൻ മെറ്റീരിയലാണ്. 3/4 പാൻറ്റാണ് കേട്ടോ വരുന്നത്. ഞാൻ കുറച്ച് ഇറക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ, കാല് കാണാതിരിക്കാനും വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ സൈറ്റിൽ വാങ്ങുന്ന സമയത്ത് പ്രീപെയ്ഡ് ആയിട്ട് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5% ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ അതുപോലെ COD അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ 15 ദിവസത്തിൽ നമുക്ക് ഈസി ആയിട്ട് റിട്ടേൺ ചെയ്യാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ ഒക്കെ തന്നെ പറ്റും. ഈ മാസം ഒരുപാട് ഓഫേഴ്സ് നടക്കുന്നുണ്ട്. ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങുന്ന സമയത്ത് എൻ്റെ കൂപ്പൺ കോഡായ SILU10 എന്ന് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10% ഓഫർ കിട്ടും കേട്ടോ. 1000 റുപ്പീസിന് എബോവ് നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൂപ്പൺ കോഡ് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ.
നമ്മൾ കിച്ചണിൽ അതൊക്കെ അറേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഷോപ്പിങ്ങിന് പോയാൽ കുറച്ച് ക്ലിപ്സ് മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ നിന്ന് അധികം ഷൂട്ട് ചെയ്തൊന്നുമില്ല. മീൻസ് ഷൂട്ട് ചെയ്യാനുള്ള ഉദ്ദേശം എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അത്രയും തിരക്കുണ്ടായിരുന്നു അവിടെ. ലുലുവിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സായ എൻ്റെ ഫാമിലീനെ എനിക്ക് അവിടുന്ന് കാണാൻ പറ്റും. ഒത്തിരി പേര് ഓടി വന്ന് സംസാരിച്ച് കെട്ടിപ്പിടിച്ച് കൈ തന്നെന്ന് പറഞ്ഞ പോലെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. തിരിച്ചു വരുമ്പോഴേക്കും 12:30 ആയിട്ടുണ്ടായിരുന്നു. സാധനം എടുക്കാൻ വേണ്ടി മാത്രമല്ല, ഞാൻ ശരിക്കും അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റും എന്നുള്ള ആ ഒരു ഇതുകൊണ്ടാണ് പോകുന്നത് കേട്ടോ. കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു പോയിട്ട്. അങ്ങനെ അവസാനം നമ്മൾ കുറേശ്ശായിട്ട് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ഹസ്ബൻഡ് വന്നിട്ട് അവിടെ കൊണ്ടാക്കിയിട്ട് പോയി. പിന്നെ ഞാനും റനക്കുട്ടിയും എല്ലാവരെയും കണ്ട് എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ ലാസ്റ്റാണ് ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ അരി, അതുപോലെയുള്ള പരിപ്പ് വർഗ്ഗങ്ങൾ, അതുപോലെയുള്ള ഒറ്റ സാധനങ്ങൾ എടുത്തില്ല. എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് മീനും പിന്നെ ഇറച്ചിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഭാഗം ക്ലീൻ ചെയ്യാമെന്ന് ആദ്യം വിചാരിച്ച്. അപ്പോൾ പിന്നെ വേണ്ട, ഫ്രിഡ്ജിൽ വെക്കാനുള്ളതൊക്കെ നമുക്ക് ഫസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഫ്രിഡ്ജ് തുടയ്ക്കാനുള്ള തുണി ഇതേ നമ്മൾ എടുത്തിരിക്കുന്നു. ഇത് ഇങ്ങനത്തെ തുണികൾ ഫ്രിഡ്ജ് തുടയ്ക്കാൻ വേണ്ടി മാത്രം 2 മാറ്റി വെക്കൂട്ടോ. അത് ഭയങ്കരമായിട്ട് നല്ലോണം വെള്ളം പോണ ടൈപ്പ് തുണിയാണ്. ഇത് നമ്മൾ കോയമ്പത്തൂരിൽ നിന്നാണ് കേട്ടോ ഇത് വാങ്ങിച്ചത്. ഇത് എവിടുന്ന് വാങ്ങിച്ചത്? ഇത് വന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചത്. അതായത് ഇത് ഐക്യന്ന് വാങ്ങിച്ചത്, ഇത് ഹോം സെന്ററിൽ നിന്ന് വാങ്ങിച്ചത്. നമ്മുടെ സാധാ ബനിയൻ തുണിയില്ലേ, അത് ധാരാളം, അത് നല്ലോണം വെള്ളം പോകും. പക്ഷെ ഇത് കുറച്ച് ഇരിക്കട്ടെ എന്ന് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് അപ്പോൾ നമുക്ക് ഈ ഷെൽഫിലൊക്കെ ഒന്ന് മാറ്റിയല്ലോ റന. അല്ല, ഫ്രിഡ്ജാണല്ലോ നമ്മൾ പറഞ്ഞത്. ഫ്രിഡ്ജ് ഫസ്റ്റ് ഞാൻ എപ്പോൾ വോയിസ് ഓവർ കൊടുക്കണം അപ്പോൾ മഴ ചതിക്കും. മഴ വന്നു കഴിഞ്ഞാൽ സൗണ്ട് എങ്ങനെ കറക്റ്റായിട്ട് ക്ലിയർ ആയി കിട്ടുമെന്നൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ഒരു ബൗൾ എടുക്കുന്നുണ്ട്. ഫ്രിഡ്ജ് തുടയ്ക്കുമ്പോൾ ഞാൻ ഇതിൽ കുറച്ച് വിനാഗിരിയും ചെറുനാരങ്ങയും കുറച്ച് ലിക്വിഡും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ പിന്നെ കുറച്ച് നീറ്റ് ആവാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരൊറ്റ ഡ്രോപ്പ് മാത്രം എടുക്കണുള്ളൂ കേട്ടോ. അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ ചത്തുപോട്ടെ. ഞങ്ങളുടെ ഫ്രിഡ്ജ് നമ്മുടെ ഫ്രിഡ്ജിന്റെ ഇപ്പോഴത്തെ കോലം ഇത് എങ്ങനെയാണ് കേട്ടോ ഉള്ളത്. റൺകുട്ടി ഇതിൽ ഓരോ ബോക്സിൽ ഇങ്ങനെ ഓരോ സാധനങ്ങളാക്കിയിട്ട് പേരൊക്കെ എഴുതിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അധിക ദിവസമൊന്നും നിൽക്കില്ല. ഇതുപോലും ടിപ്പിക്കൽ ഏഷ്യൻ ഹൗസ് ഹോൾഡ്. ഏഷ്യനാണ് ഇങ്ങനെയൊക്കെ ചെയ്യാം. റിമോട്ട് കവർ ഏതെങ്കിലും നമ്മുടെ ഏതെങ്കിലും വീട്ടിൽ ഊരുന്നത് കണ്ടിട്ടുണ്ടോ? അത് ശരി. മൈക്രോവേവ് കവർ ഊരാൻ വിട്ടിട്ടുണ്ടോ? സത്യം ഇതുവരെ ഞാൻ ഊരിയിട്ടില്ല മൈക്രോവേവ്. ഇപ്പോഴാണ് അങ്ങനെ. എത്ര 2 വർഷത്തിന് ശേഷമോ ഈ സാധനം? അല്ല, 1 വർഷമായിട്ടുള്ളൂ. അല്ല, 2 വർഷമായിട്ട്. ഞാൻ കഴുകിടില്ല കേട്ടോ. കാരണം നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ തുടയ്ക്കും. അപ്പൊ ഇന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് മാത്രം വെക്കാന്ന് വിചാരിച്ചു. അമ്മ കാണണ്ട ടവലൊക്കെ ഊരണത്. അപ്പാന്ന് വിളിക്കാൻ തുടങ്ങി. തുറന്നു വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒന്ന് വന്നു. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് കേട്ടോ. ഓഫ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഇപ്പുറത്ത് ഈ ഒരു സെക്ഷൻ ഇല്ലേ, ഇത് നമ്മൾ ബേക്കറി സെക്ഷൻ, കുട്ടികൾക്കുള്ള സ്റ്റേഷനറി, അതായത് ബേക്കറി സെക്ഷനാണ് ആക്കിയിട്ടുള്ളത്. പക്ഷെ ഞാൻ വീഡിയോയിലൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നൊന്ന് റീ അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ സ്നാക്സ് അവിടെ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചാൽ മതി. അവർ വന്ന് എടുത്തോളൂ എന്ന് വിചാരിക്കണ്ട, ഞാൻ വിടൂല. ഡെയിലി ഫില്ല് ചെയ്യേണ്ടി വരും. ഞാനേ എടുത്തു കൊടുക്കുള്ളൂ. കാരണം എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തൂല മക്കൾ. അത് തീർന്ന വരെ അത് ചോദിക്കും. അപ്പൊ നമ്മളൊരു കണ്ടീഷനൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന് ഇത്ര പോയിന്റ്സ്, ഇത്ര എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു വെച്ചാല് ഇത്ര തരും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഈക്വൽ ആയിട്ടേ കൊടുക്കുള്ളൂ. പക്ഷെ നമ്മള് അങ്ങനെ പറയുമ്പോൾ അവര് ഭയങ്കര ഇൻട്രസ്റ്റോടെ ഓരോ കാര്യങ്ങൾ ചെയ്യൂല അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചതിൽ ഇപ്രാവശ്യം നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച സാധനമാണ് അമേരിക്കൻ മസ്റ്റാർഡ് സോസ്. എനിക്ക് മസ്റ്റാർഡ് സോസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൂ, പുറത്തൊന്നും വാങ്ങിച്ചില്ല. ഇത് വന്നിട്ട് എന്താണ് എന്തോ ഒന്നും
ചില്ലി ക്യുമിൻ. ക്യുമിൻ, അതായത് ജീരകം. എനിക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനം ജീരകം. ഇതന്നൊരു 1000 ഐസ്ലാൻഡ്. നമ്മുടെ സാലഡ് ഡ്രസ്സിങ് ലെറ്റ്യൂസിന് കൂടെ ഒക്കെ കഴിച്ചാലോ പൊളിക്കും. അപ്പൊ ഇതിങ്ങനെ വെക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനിയിപ്പോ അടുത്ത പരിപാടി മിഠായി. ആരും ചിരിക്കരുത്, ഒരു സംഭവം ഞാൻ കാണിച്ചതാ. അടിപൊളി ടേസ്റ്റിലെ മിഠായിന്. പക്ഷെ ഉള്ളിലൊന്നും ആകെ ഒരു കഷ്ണം. വീഡിയോ എടുക്കാനുള്ള സമയം കൂടെ നമുക്ക് തന്നില്ല ഗൈസ്. ഒരേ ഒരു കഷ്ണം. അപ്പൊ നമ്മളെടുക്കങ്ങനെ ഹെയ്സന്റെ പീസായിരുന്നു പറഞ്ഞു കൊടുക്കാട്ടെ ഞാന്. അവൻ എങ്ങനെയാന്നറിയോ, ഒരു സിനിമയിലില്ലേ രജനീന്റെ പേരക്കുട്ടിയും ഞാന് എന്നിട്ട് 6 മണിക്കൂർ ജയിലർ ഇനിയും വന്നില്ലെങ്കിൽ ഞാൻ 6 മണിക്കൂർ കണ്ടിന്യൂസ് ആയി കരയും. പിന്നെ എല്ലാവർക്കും തലവേദന. അതേപോലെയാണ് ഹെയ്സ് പറയും ഞാനിപ്പോ കരയൂട്ടോ. അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് അതിലൊന്ന് കഴിഞ്ഞു. കാലിപ്പെട്ടിയാണ്. ആണോ? നിങ്ങൾക്ക് ഷോ കാണിക്കാൻ വേണ്ടിട്ട് വെച്ചതാണ്. അടുത്ത സംഭവം ഇത് വന്നിട്ട് ഹയാൻകുട്ടന് വേണ്ടി മാത്രം നമ്മൾ വാങ്ങിച്ചതാണ്. റാണിക്കുട്ടിക്ക് കുശുമ്പ് വന്നിരിക്കുകയാണ്. ഹയാൻക്ക് ഇങ്ങനെ പാലെടുത്ത് വെറുതെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അവൻ ഓർത്തിട്ട് വാങ്ങിച്ചതാണ്. അമ്മയ്ക്ക് പണ്ടേ ഫേവറേറ്റിസം ഒക്കെ ഉണ്ട് എന്ന് എനിക്ക് അറിയാം. കണ്ടാ എല്ലാരും പറയണ ഹയാന് ഞാൻ നോക്കില്ലാന്ന്. കണ്ടില്ലേ ഇപ്പൊ റാണിക്കുട്ടി പറയുന്നത്? ശരിക്കും അവനാണ് കൂടുതൽ നമ്മൾ പ്രിഫറൻസ് മുമ്പൊക്കെ കൊടുത്തിട്ടുള്ളത്. മുമ്പ് എന്നല്ല, ഇപ്പോഴും തന്നെ. പക്ഷെ വീഡിയോയിൽ അറിയില്ല എന്ന് മാത്രം. ഞാൻ അങ്ങനെ കൊടുക്കൂല, കാരണം പാവം കിട്ടും. ഏത് കുട്ടികളും നമ്മൾ അങ്ങനെ കൊടുക്കരുത് എന്നാണ്. അപ്പൊ ഇത് ഹയാന്റെ സെക്ഷൻ. അപ്പൊ ഗാലക്സി ഒക്കെ എനിക്ക് വേണ്ടിട്ടാ വാങ്ങിയതില്ല എന്റെ സെക്ഷൻ. ഇത് എല്ലാ റാനക്കുട്ടീന്റെ സെക്ഷനാണ്. റാനക്കുട്ടി ഒന്നുപോലും വിട്ടു വെക്കൂല. ഈ കാണുന്ന ഒന്നും നോക്കണ്ട. അതാണ് ആള്. അതെ, ഇന്നലെ വീഡിയോ എടുക്കണ മുമ്പ് ചെറുതായിട്ട് എന്തൊക്കെ ഞാൻ പൊളിച്ച് കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത് എന്റെ അറിയാലോ, എന്റെ ഫേവറേറ്റ് തൈരാണ്. പക്ഷെ ഈ ഒരു ബ്രാൻഡ് ഞാന് ഇതിന്റെ യോഗട്ട് അമ്മയ്ക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇതുവരെ തൈര് വാങ്ങി നോക്കിയിട്ടില്ല. ഇത് വന്നിട്ട് ഈ ഒരു ഭാഗത്തില്ല. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇന്നലെ അവസാനം എനിക്ക് സഹിക്കാൻ വയ്യാണ്ട് ഞാൻ ഒരെണ്ണെടുത്ത് കഴിച്ചു. ഇത് കൂടുതലും ബേബിക്ക് വേണ്ടിയിട്ട് വാങ്ങാനാണ്. അവൾക്ക് വിശന്നിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇവിടെ വെക്കാതെ ഇതെടുത്ത് വെക്കാം. ഞാനങ്ങനെ കേക്ക് ഉണ്ടാക്കി അടിച്ചു പൊളിച്ചും മലർത്തുന്ന ആവുന്നല്ല. പക്ഷെ എനിക്ക് ഈ ഒരു ചോക്കോ ചിപ്സ് ഇഷ്ടമാണ്. നമ്മളിപ്പോ എന്തെങ്കിലും ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ. പിന്നെ ഇത് ഞാനാ വാങ്ങാൻ പറഞ്ഞത്. ഞാൻ ഇടക്കിടക്ക് ഇപ്പൊ ബ്രൗണീസ് ഉണ്ടാക്കണ്ട, അപ്പൊ അതിലിടാൻ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങളൊക്കെ ഒഴിവാക്കിയ സമയത്ത് ഏകദേശം എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിയാനായിട്ടുള്ള നമ്മുടെ ബോബാസ് എടുത്തു. മക്കൾ വരുമ്പോഴേക്കും അവർക്ക് എന്താ പറയുക, ജെല്ലി പോലെ, ഹോം മെയ്ഡ് ജെല്ലി പോലെ നമുക്ക് ജെല്ലി മിഠായി ഉണ്ടാക്കുന്ന പോലെ ഇതിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മര്യാദയ്ക്ക് ഒരു ഹാഫ് ഭാഗം ഇട്ട സമയത്ത് റാനക്കുട്ടി ഫുള്ള് ഇടാൻ പറഞ്ഞു കേട്ടോ. അതിൽ എനിക്ക് നല്ല പണി കിട്ടി. എൻ്റെ ഇഷ്ടപ്പെട്ട എൻ്റെ ഈ പാത്രം ആകെ നാശമായി ഗൈസ്. അങ്ങനെ ദേ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇനിയിപ്പോൾ അത് തിളപ്പിക്കാനായിട്ട് പോവാണ് കേട്ടോ. നമ്മൾ ഇത് തിളപ്പിക്കാൻ വെച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് കുറച്ച് പണികൾ ചെയ്യുമ്പോഴേക്കും ഇത് മൊത്തം പുകയാൻ തുടങ്ങി. നോക്കിയ സമയത്ത് അടിപ്പിടിച്ചു ഗൈസ്, അടിപ്പിടിച്ച് കഷ്ടം. എനിക്ക് നല്ല സങ്കടം വന്നു. പിന്നെ അതേ നമ്മൾ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് സാധനങ്ങളൊക്കെ ഓരോ ബോക്സായിട്ട് വെക്കുകയാണ്. റാനക്കുട്ടിക്ക് ആ നീല ബോക്സ് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഫ്രിഡ്ജിൻ്റെ ഭംഗി പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആ ഭംഗിയൊക്കെ മതി, തൽക്കാലം അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ വെച്ച്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ബോക്സ് നമ്മൾ ഇപ്പുറത്തെ പാൻട്രി യൂണിറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഫ്രൂട്ട്സ് ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചു കേട്ടോ. ഫ്രൂട്ട്സ് കവർ ചെയ്ത് വെക്കണം എന്നാണ്. പിന്നെ അടിയിൽ കൂടെ നമ്മൾ പാത്രം മാറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല അടിപ്പിടിച്ചു എന്നുള്ളത്. പാത്രം മാറ്റിയിട്ട് അതിലേക്ക് ഒരു ബെല്ലത്തിൻ്റെ കഷ്ണം കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അതിങ്ങനെ ഇനി വെന്ത് വരും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോഴേക്കും ഇനിയിപ്പോൾ പാൻട്രി യൂണിറ്റിൻ്റെ ഈ ഒരു ഭാഗം ഓരോ ഷെൽഫായിട്ട് ഞാനിങ്ങനെ സാധനങ്ങൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഓരോ ഷെൽഫായിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്കും ഏകദേശം തളർന്ന് കുഴഞ്ഞു കഴിഞ്ഞ് ഇതിപ്പോൾ നമ്മൾ ഒറ്റ വീഡിയോയിൽ ഇങ്ങനെ കുറേശ്ശെ ഭാഗമായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ഏകദേശം 3 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ ചോറ് കറി പറഞ്ഞ പോലെ അതിൻ്റെ പണികളും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ വാഷ് ചെയ്ത് വെക്കുന്നുണ്ട്.
ഈ ബോബാസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കെമിക്കലാണോ അങ്ങനെ വല്ലതും ആണെങ്കിൽ തെറ്റിദ്ധരിക്കേണ്ട. നമ്മുടെ ഈ പൂളയില്ലേ, പൂളൻ്റെ മാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇതാണ്. ഇത് നാച്ചുറലായിട്ട് തന്നെ ജെല്ലി പോലെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് പേടിക്കേണ്ട നമ്മുടെ മക്കൾക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ. പിന്നെ ഞാൻ ഓരോ സംഭവം ഇതെവിടെ നിന്ന് വാങ്ങിച്ചു അതെവിടെ നിന്ന് വാങ്ങിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് കുറച്ച് പേർക്കെങ്കിലും ഇവിടെ എന്താണ് അഹങ്കാരം പറയുകയാണോ അല്ലെങ്കിൽ SP അടിക്കാനോ ആണോ എന്ന് തോന്നും. ആക്ച്വലി അങ്ങനെയല്ല. നമ്മുടെ വീഡിയോസ് എല്ലാ കാറ്റഗറിയിൽ പെട്ട ആൾക്കാർ കാണുന്നതുകൊണ്ട് ചിലർക്കെങ്കിലും അത് എവിടെ നിന്ന് കിട്ടും, എത്രയാണ് പ്രൈസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പറയുന്നത്. പിന്നെ ഇതേ കുറച്ച് സോപ്പല്ല ലിക്വിഡ് സൊല്യൂഷൻ ഞാൻ ഒരു ബോട്ടിലിൽ, അതായത് സ്പ്രേ ബോട്ടിലില്ലേ, പഴയ സ്പ്രേ ബോട്ടിലിൽ കുറച്ച് സ്പ്രേ ഉണ്ടാവും. അതിൻ്റെ കൂടെ ഞാൻ ഈ സോപ്പ് ലിക്വിഡും പിന്നെ അതുപോലെ കുറച്ച് വെള്ളവും മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഭാഗത്തൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഉറുമ്പിൻ്റെ ശല്യമൊന്നും ഇല്ലാതെ ഒരു 2-3 ദിവസമെങ്കിലും ഉറുമ്പിൻ്റെ ശല്യം ഇല്ലാതിരിക്കും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ വാക്വം ക്ലീനറിൽ എന്തിനാ അങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ പല്ലിക്കാട്ടം അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ തുണിയിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വാക്വം ക്ലീനറിൽ ഫസ്റ്റ് അതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പിന്നെ തുണി കൊണ്ട് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ പഴയ ജാറുകളൊക്കെ എടുത്തിട്ട് അതിലേക്ക് പഴയ കുറച്ച് സാധനങ്ങളില്ല അത് വേറെയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് പിന്നെ ഫുള്ളായിട്ട് ഇതുപോലെ ക്വാണ്ടിറ്റി കൂടുതലുള്ള സംഭവങ്ങൾ ഇതുപോലെ ആക്കി വയ്ക്കുന്നുണ്ട്. ചോക്കോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, മക്കളെ ഒതുക്കി നിർത്താൻ നമുക്ക് ഇതല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ കെലോക്സും കൂടെ ഇതുപോലെ ആക്കി വയ്ക്കുന്നുണ്ട്. ഇത് മക്കൾക്കും അതെ എനിക്കും അതെ. നമുക്ക് വെയിറ്റ് ലോസിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് ഇടയ്ക്ക് വല്ല വിശക്കുന്ന സമയത്ത് ചോറൊന്നും കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കി വയ്ക്കും. പിന്നെ മക്കൾക്കും കൊടുക്കും. അപ്പോൾ അവരുടെ കരച്ചിൽ വാശികളൊക്കെ ഒഴിവാക്കാനും സഹായിക്കും കേട്ടോ. ഇത് വന്നിട്ട് റാഗിയുടെ ഇതില്ലേ, കെലോക്സ് പോലത്തെ റാഗിയുടെ സംഭവമാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ സാലഡൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലിട്ട് കഴിക്കാനും. പിന്നെ കുറച്ച് ബോട്ടിൽസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ കഴിയാറായതൊക്കെ ഇങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതെന്താ സംഭവം ചില അതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്നുള്ളത് ഞാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് മേലെ ഒരു മുളക് വെച്ചതാണ് കേട്ടോ. പറയാനക്കുട്ടി എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബദാം ഇപ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതുപോലെ ഫില്ലാക്കി വെക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് വന്നിട്ട് ഇതുപോലെ ബദാമും പിസ്തയൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഇതുപോലെ കുപ്പീൻ്റെ ആക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് അധികം നല്ലതല്ല എന്ന് ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. അപ്പം നമുക്കിപ്പോഴാണ് കുപ്പിയൊക്കെ ആക്കാൻ പറ്റിയത്. അപ്പം അങ്ങനെ ആക്കി വയ്ക്കുന്നതാണ്. പിന്നെ ഈ ഒരു സെക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഞാൻ മുമ്പേ മനസ്സിൽ കരുതി ഉണ്ടാക്കിച്ചതാണ്. ഈ ഒരു സെക്ഷൻ മക്കൾക്കുള്ള ബേക്കറി ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഷോപ്പിൽ വെക്കണ പോലെ വെക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ കൂടുതലും വാങ്ങിയിട്ടുള്ളത്. പലചരക്ക് അധികം എടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇതന്നെ അത്യാവശ്യം നല്ല പ്രൈസ് ആവും കേട്ടോ. അപ്പോൾ അതൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ തലയിലിട്ടിട്ട് ഇത് ഞാനാ വാങ്ങുക. കാരണം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എൻ്റെ ഹസ്ബൻഡ് വാങ്ങിത്തരൂല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള ആ ഒരു ഇതുകൊണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ കുറേ കാലമായിട്ടുള്ളതാണ്. മക്കൾക്ക് മാക്സിമം എന്നെക്കൊണ്ട് കഴിയുന്നിടത്തോളം കാലം നല്ല ഫുഡ് നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുക. എത്ര കാലം കൊടുക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാൻ അങ്ങനത്തെ കുട്ടികൾക്ക് കൊടുക്കാനും വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ അങ്ങനെ വാങ്ങുന്നതാണ് കേട്ടോ. ഇക്ക വാങ്ങിത്തരില്ല കേട്ടോ. അത്രയ്ക്ക് അങ്ങനത്തെ സാധനമൊന്നും വേണ്ട എന്ന് പറയും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ തന്നെ വാങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കണം. അപ്പം തന്നെ ഞാൻ കുറേ കാലം മുമ്പേ വിചാരിച്ചാൽ കുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സെക്ഷൻ മാറ്റി വെക്കണം. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന കുറേ ഐറ്റംസൊക്കെ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ വെച്ചിട്ട്. അതാണ് തന്നെ പറഞ്ഞപ്പോൾ ഓർമ്മ. ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഓള് ഭയങ്കര ആർഭാടമായിട്ട് പെട്ടെന്ന് ഇതൊക്കെ വാങ്ങിയെന്ന് വിചാരിക്കില്ലേ? പക്ഷേ കുട്ടി പറയും, ഞങ്ങൾ എപ്പോഴും ഒരിക്കൽ ഹോം സെന്ററിൽ പോയപ്പോൾ കണ്ടിഷ്ടപ്പെട്ട് കെട്ടിപ്പിടിച്ച് വേണം വേണ്ടി കരഞ്ഞ് വില കൂടുതൽ പറയാ വേണമെന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പക്ഷെ ഇപ്പൊ വേണ്ട. പക്ഷെ വില കണ്ടപ്പോ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു വിട്ടാ, എന്നിട്ട് അങ്ങനെ തിരിച്ചു വെച്ചു. എന്നിട്ട് 1.5 വർഷത്തിന് ശേഷം വീണ്ടും വന്നിട്ട് വാങ്ങിയതാ. ഞാൻ ഈ പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ എന്തൊരു കാര്യം നമുക്ക് പറ്റില്ലെങ്കിലും നമുക്ക് ആഗ്രഹമുള്ള സംഭവമാണെങ്കിൽ എനിക്ക് അപ്പം തന്നെ വേണം എന്ന് വാശി അങ്ങനെയൊന്നുമില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഓരോ കാര്യങ്ങളും നേടിയെടുക്കുന്നത്. നിങ്ങളും അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പകൽ സ്വപ്നം കാണാമെന്ന് അറിയില്ലേ, നമ്മുടെ സ്വപ്നം നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതായിരിക്കരുത്, നമ്മളെ ഉറങ്ങാൻ വിടാത്തതായിരിക്കണം എന്ന് അബ്ദുൽ കലാം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്വപ്നത്തിലേക്ക് നേടിയെടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ പകൽ കുറേ കാര്യങ്ങൾ, അതായത് ബോധത്തോടു കൂടി ഇന്നത് എനിക്ക് വേണം ഇങ്ങനെയൊക്കെ എനിക്ക് വേണം എന്ന് നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അധ്വാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യാഥാർത്ഥ്യം
യാഥാർത്ഥ്യമാവുന്ന ഒരു ദിവസം വരും. പക്ഷെ നമ്മൾ അതിനു വേണ്ടിയിട്ട് പണിയെടുക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ തനിയെ നടന്നോളൂ കേട്ടോ. അതുപോലെയാണ് എൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ ഡെയിലി ഇങ്ങനെ ആലോചിക്കും. എനിക്ക് ഇനി ഇത്രയും പണിയെടുക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. എൻ്റെ ആഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ഒരാളെയും, അതായത് എൻ്റെ പാരൻസ് ഉൾപ്പെടെ എൻ്റെ ഭർത്താവ് ഉൾപ്പെടെ ആരെയും തന്നെ ഞാൻ ശല്യം ചെയ്യാനോ ബുദ്ധിമുട്ടിക്കാനോ ഇതുവരെ നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു അഭിമാനം പല സമയത്തും തോന്നാറുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറയുമ്പോൾ എൻ്റെ ആഗ്രഹങ്ങളിൽ വലിയൊരു ശതമാനം നിങ്ങളെപ്പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് സാധിച്ചിട്ടുള്ളതും. അതുകൊണ്ട് ഏതൊരു സമയത്തും എനിക്ക് നിങ്ങളോട് സ്നേഹവും ആ ഒരു നന്ദിയും കടപ്പാടും എന്തായാലും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഈ ലുലുവിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളെപ്പോലെയുള്ളവരെ കാണുന്ന സമയത്ത് എനിക്ക് അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിരിക്കും. വീട്ടിലേക്ക് വന്നാലും ഭയങ്കര സന്തോഷത്തോടെയാണ് കേട്ടോ ഞാൻ അങ്ങനെ കിടക്കുന്നത്. അത്രയും പേരെ ഞാൻ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ റനക്കുട്ടീനെയൊക്കെ ഒരുത്ത കണ്ടിട്ട് അത്രയും സ്നേഹത്തോടെ ഓരോ കാര്യങ്ങളും ഓർത്തിട്ട് റനക്കുട്ടീനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം നേരിട്ട് കാണുമ്പോഴുള്ള ഒരു സുഖം ഉണ്ടല്ലോ, അത് ഞാൻ ശരിക്കും നിങ്ങളെയൊക്കെ കാണുമ്പോൾ അത് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ ഞാൻ കത്തി വെക്കാൻ നിന്നാൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ പോകും. പിന്നെ ഒരുപാട് പേര് കണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിലുവിൻ്റെ വീഡിയോ ഓണാക്കി വെച്ചിട്ടാണ് പണികൾ ചെയ്യുന്നത്, ശരിക്കും നല്ല ഇൻസ്പിറേഷൻ ആവുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ നമ്മുടെ ഹൃദയത്തിലൊക്കെ തട്ടുന്ന രീതിയിലുള്ള കുറച്ച് സംഭവങ്ങളെന്ന് പറയില്ല എന്ന പോലെ നേരിട്ട് അങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി. അതെന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ 5th പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്ന 1, 2, 3 പേരൊക്കെ ഇതുപോലെ അവർക്ക് പക്ഷേ അവരുടെ ഭർത്താവിന് 3ാമത്തെ പ്രഗ്നൻ്റ് ആയപ്പോൾ അല്ലെങ്കിൽ 4ാമത്തെ പ്രഗ്നൻ്റ് ആയപ്പോൾ അയ്യോ ഇനി കുട്ടി വേണ്ട, ഇപ്പോൾ കുട്ടി വേണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു, ഉറപ്പിച്ചിട്ടുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് അവർ ശരി അവർക്ക് 5ാമത്തെ കുട്ടി പ്രസവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കും കൂടെ ആയിക്കൂടാന്ന് പറഞ്ഞിട്ട് അവർ പ്രസവിക്കാൻ അതിനെ വളർത്താൻ തീരുമാനിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ ഈ ഭൂമിയിലേക്ക് വരാൻ അല്ലെങ്കിൽ കാണാനുള്ള യോഗം ഇല്ലാതിരുന്ന ആ ഒരു കുട്ടി ഭൂമിയിലേക്ക് വരാൻ ചെറിയൊരു രീതിയിലെങ്കിലും പഠിച്ചോൻ എന്നെ നിമിത്തമാക്കി എന്ന് അറിഞ്ഞ സമയത്ത് എനിക്ക് കിട്ടുന്ന ആ ഒരു സുഖവും സന്തോഷവും ഉണ്ടല്ലോ. പഠിച്ചോനെ എത്ര പഠിച്ചോനോട് സ്തുതി പറഞ്ഞാലും ശരിക്കും തികയില്ല. അത്രയും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇൻസ്റ്റഗ്രാമിലും ചില കുട്ടികളുടെ ഫോട്ടോസൊക്കെ അയച്ചിട്ട് ഇത്ത കാരണം എനിക്ക് കിട്ടിയ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചവരുണ്ട്. ചിലർ വന്നിട്ട് എനിക്ക് അതിന് മുമ്പ് ഇങ്ങനെ ചോദിക്കലുണ്ടായിരുന്നു, ഇത്താ ഞങ്ങൾക്കിപ്പോൾ ഈ കുട്ടി വേണ്ടാന്നാണ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നല്ലോണം ചീത്ത പറയും കേട്ടോ. എന്നോട് വന്നിട്ടാണോ നിങ്ങൾ കുട്ടി വേണ്ടാന്ന് പറയുന്നത്, അതിനെ വളർത്തി നിങ്ങൾക്ക് എന്താ അപ്പം നഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ കുറേ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം 10 മാസം കഴിഞ്ഞിട്ട് ഈ കുട്ടികളുടെ ഫോട്ടോ ഒക്കെ കൊണ്ടുവന്ന് കാണിക്കുമ്പോഴൊക്കെ ഒത്തിരി സന്തോഷം കിട്ടാം. പിന്നെ പച്ചോനോടും നിങ്ങളോടും എനിക്ക് നന്ദി പറയാനുണ്ട്. നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്തതും കൊണ്ടാണ് ഒത്തിരി പേരിലേക്ക് എത്തി ഇതുപോലെ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ എനിക്ക് ആവാൻ പറ്റിയത്. പിന്നെ ഈ കാണുന്ന ഓരോ സാധനങ്ങളും എനിക്ക് എന്താ പറയുക, അത് പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാനും വേണ്ടിയിട്ട് വന്നതാണ്. നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞ് സിലു ഇതൊക്കെ ഒരാഴ്ചയെ നിൽക്കുള്ളൂ എന്നാണ് വിചാരിച്ചത് സിലുവിൻ്റെ കിച്ചൺ, പക്ഷേ എല്ലാം നീറ്റായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഓരോ സാധനങ്ങളും ഓരോ ബോട്ടിൽസ് ആണെങ്കിലും ഓരോന്നും അതിൻ്റെ മൂടിയാണെങ്കിലും ശരി എൻ്റെ ചോരയും നീരും ഊണും ഉറക്കും എന്നൊക്കെ പറയില്ലേ, ശരിക്കും അതാണ്. എത്രയോ ദിവസങ്ങളുടെ ഉറക്കം ഒഴിച്ചിട്ടും ഭക്ഷണം കഴിക്കാതെ ഹാർഡ് വർക്ക് ചെയ്ത് പണി ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഈ ഓരോ സാധനങ്ങളും ഇഷ്ടപ്പെട്ട എത്രയോ കൊല്ലത്തെ ആഗ്രഹങ്ങൾ, ഒരു 2-3 കൊല്ലം മുമ്പൊക്കെ കണ്ടുവച്ച സാധനങ്ങൾ, അതിനും വേണ്ടിയിട്ട് നമ്മൾ പണിയെടുത്ത് എത്രയോ രാത്രികളൊക്കെ പണിയെടുത്തിട്ട് ആ സ്വപ്നം കണ്ടുകൊണ്ട് പണിയെടുത്തിട്ടാണ് നമ്മൾ ഓരോന്നും നേടിയെടുക്കുന്നത്. APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം നിങ്ങളുടെ സ്വപ്നം എന്നുള്ളത്. എന്ന പോലെ നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ത്യാഗം ചെയ്യണം. എല്ലാം ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് കറക്റ്റ് സമയത്തിന് ഉറങ്ങി കറക്റ്റ് സമയത്തിന് ഫുഡൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് അഡീഷണലായിട്ട് എന്തെങ്കിലും എടുത്തു പറയുന്ന രീതിക്കുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ല. അതേസമയം അതിലെന്തെങ്കിലുമൊക്കെ ത്യാഗങ്ങൾ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുപോലെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സിലു എന്തിനാ ഉറക്കമൊഴിക്കുന്നത്, അത് പിന്നീട് ബുദ്ധിമുട്ടാവുന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കുറച്ച് ദിവസം ഉറക്കമൊഴിച്ചതിനും ബുദ്ധിമുട്ടിൻ്റെയും ഒക്കെ
കാണുന്ന റിസൾട്ടാണ് കേട്ടോ ഇത്. അല്ലാതെ എനിക്ക് ആർഭാട ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ സംഭവമൊന്നുമല്ല. നമ്മുടെ ഒരു നീഡ്സ് ആണ്, നമ്മുടെ ആഗ്രഹങ്ങളാണ്. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുക, അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചാലേ നമുക്ക് ആ സാധനങ്ങൾ കിട്ടുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അന്യൻ്റെ മുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്താണ് അത് തെറ്റാവുന്നതും കുറ്റമാവുന്നതും. അതേസമയം നമ്മുടെ ഒരു ഹാർഡ് വർക്ക് ഇട്ടുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നേടിയെടുക്കുന്നത് നമ്മുടെ അഹങ്കാരമോ അല്ലെങ്കിൽ നമ്മുടെ ധൂർത്തോ അങ്ങനെ ആയിട്ടൊന്നും വരൂല കേട്ടോ. അതൊക്കെ നമുക്ക് അവകാശപ്പെട്ടത് നമുക്ക് പഠിച്ചോണ്ട് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പുഴുവിനെ തിന്നോ വിചാരിച്ചു, കുഴപ്പമില്ല. എന്നാ തിന്നോ. അമ്മയല്ലോ പറഞ്ഞു മുളക് തിന്നാലും കുഴപ്പമില്ലാന്ന്. അവള് വേഗം അടിച്ചു തരും, വേണ്ട സാധനങ്ങളൊക്കെ കളയും. അപ്പോൾ അതേ ഇത്രയും കത്തി വയ്ക്കുമ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണികളൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു 4 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. കുറേ അട്ടപ്പെട്ടികളും കവറുകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ തന്നെ ഇച്ചു ബേബിയും കൂടെ വന്ന് നമ്മുടെ കൂടെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അവൾ ഉറങ്ങായിരുന്നു അത്രയും നേരം. ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയിൽ കൂടെ, എന്നിട്ട് അവൾ ഉറങ്ങിയായിരുന്നു. അപ്പോൾ ആളും കൂടെ വന്നപ്പോൾ ഇനി പെട്ടെന്ന് ഇവിടുത്തെ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ താഴെ കിടക്കുന്ന പുഴുവും ഒക്കെ എടുത്ത് ഇങ്ങനെ വായിലിടും. പുറത്തുനിന്ന് ചിലപ്പോൾ ഈ പുഴുക്കളൊക്കെ അരിച്ചു വരും. മീൻസ് ഈ ഒരു എന്താ പറയുക, ഒരു കറുപ്പും ഗോൾഡൻ കളറായിട്ടുണ്ടാവില്ല ആ സംഭവങ്ങൾ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും ഈ ഒരു സെക്ഷൻ കൂടി ചെയ്യാം, മറ്റേ സെക്ഷൻ കൂടി ചെയ്യാൻ തോന്നൂല എന്ന പോലെ തോന്നിയപ്പോൾ ഞാൻ ഈ നമ്മുടെ ഉപ്പ് ഈ സംഭവങ്ങളൊക്കെ ഇട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്, കഴുകുന്നില്ല. അപ്പോഴേക്കും ഒരു ഫ്രിഡ്ജിൻ്റെ ഈ ഒരു സെക്ഷൻ ഫുള്ളായിട്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പുറത്തെ ഫ്രീസറിൻ്റെ ഭാഗം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റാനക്കുട്ടി പറഞ്ഞു അമ്മ ഇത് ഒക്കെ മറ്റേ തട്ടുകളൊക്കെ എടുത്ത് കഴുകിയാൽ റാനക്കുട്ടി ബാക്കിയൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ബാക്കി ഇപ്പുറത്തെ സെക്ഷനിൽ ആ ഷെൽഫൊക്കെ റാനക്കുട്ടി തന്നെ എല്ലാം തുടച്ച് ക്ലീനാക്കി വെച്ചത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയ ആശ്വാസമായി. കാരണം എനിക്ക് നിന്ന് മദ്യമായിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ തുടങ്ങിയ നമ്മുടെ പണിയായിരുന്നു, തീരുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളിങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം നമ്മൾ ആഗ്രഹിച്ച് നേടിയെടുത്ത സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് അത് ഇതുപോലെയൊക്കെ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ഒരു പ്രൗഡല്ലേ. അങ്ങനെ ഇതേ അപ്പോൾ വെജിറ്റബിൾസിൽ കാര്യമായിട്ട് വെജിറ്റബിൾസ് ഒന്നും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സ്വീറ്റ് കോണും പിന്നെ എൻ്റെ എപ്പോഴും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രൊക്കോളി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ലെറ്റ്യൂസൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഫ്രിഡ്ജൊക്കെ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ജ്യൂസൊക്കെ അടിച്ച് വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ടിവിയിലൊക്കെ കാണൂല്ലോ പരസ്യത്തിലുള്ള ഫ്രിഡ്ജ് എന്ന പോലെ ഒരു 2 ദിവസമെങ്കിലും കാണണമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിൽ അങ്ങനെ നിൽക്കൊന്നുമില്ല, പെട്ടെന്ന് എല്ലാം തീർന്നു പോയിക്കോളൂ കേട്ടോ മക്കളുള്ളതുകൊണ്ട്. അതെ, അപ്പം നമ്മുടെ ബേക്കറി സെക്ഷൻ. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു ലേറ്റ് ഉണ്ടാവില്ലേ ബേക്കറിന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ കുറേശ്ശെ പണികളൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. പതിയെ നമുക്ക് ചെയ്യാം. എല്ലാം ഒന്നിച്ച് നമുക്ക് ചെയ്യാൻ പറ്റൂലല്ലോ. അങ്ങനെ അപ്പോൾ ഇതേ നമ്മുടെ പാൻട്രിയും അത്യാവശ്യം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ലോണം വിശന്നു. ഞാൻ ഫുഡ് അപ്പോഴും കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. മക്കൾ വരുമ്പോഴേക്കും ഈ ഒരു ഇത് ഞങ്ങളുടെ ഇവിടെ കൊയ്യാക്കാന്നാണ് പറയുക, നിങ്ങളുടെ ഇവിടെ എന്താ പറയുകയെന്ന് പറയണം കേട്ടോ. പിങ്ക് കളറിലുള്ളത് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അത് ഇനി ഒരു ദിവസം കൂടെ വെച്ച് കഴിഞ്ഞാൽ പഴുത്താകെ നാറിപ്പോവും. അപ്പോൾ പിന്നെ വേഗം കുറച്ച് ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ടാക്കി. അപ്പോൾ അവിടെ ഞാൻ ഈ ഷോപ്പിൽ നല്ല മുളക് ഇങ്ങനെ വെള്ളം പോലെയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കി അതും കൂടെ ആക്കി വെക്കാണ് കേട്ടോ. അപ്പോൾ എനിക്കും റനാക്കും ഇപ്പം കഴിക്കുകയും ചെയ്യാം ഓരോ കഷ്ണം. പിന്നെ മക്കൾ വരുമ്പോഴേക്കും അവർക്ക് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഹെയ്സുകുട്ടൻ ഈ കാണുന്ന പോലെ ഒന്നല്ല, പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ കരച്ചിൽ കുറച്ചെങ്കിലും ഒതുക്കണം എന്നുണ്ടെങ്കിൽ അവൻ വരുമ്പോഴേക്കും റെഡി ആയിട്ട് എന്തെങ്കിലും അവിടെ ഉണ്ടാവണം കഴിക്കാൻ. അപ്പോൾ കഴിക്കാൻ കിട്ടിയ വയറൊന്ന് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ ഈ സ്നിക്കേഴ്സിൻ്റെ ഒക്കെ പരസ്യത്തിൽ വരുന്ന പോലെ വിശന്ന് കഴിഞ്ഞാൽ അവൻ അല്ലാതായി മാറുമെന്ന് പറഞ്ഞ പോലെ അവൻ മനുഷ്യനെ അല്ലാതായി മാറും. അമ്മാതിരി കരച്ചിലായിരിക്കും കേട്ടോ. അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെക്കും. അന്നുടനെ വേഗം വായിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം പിന്നെ സമാധാനത്തോടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജെല്ലിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട് പോയത്. ഏകദേശം 4:30 ആയിട്ടുണ്ടായിരുന്നു. ഫുഡ് ഇന്ന് ചോറും പിന്നെ കൂന്തൽ ഫ്രൈയും ആണ് കേട്ടോ. അത് കഴിഞ്ഞത് ആളെത്തിയിട്ടുണ്ട് ഗൈസ്. കുട്ടികൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. ഉള്ളിക്ക് പോവാ ഷൂര്. എന്താണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അമ്മി മേടിച്ചാലാ. ശരി ബാ. ലേസിനേക്കാളും നിനക്ക് ഇഷ്ടമുള്ളൊരു സാധനം ഉണ്ട്. ഓടി വന്ന് നോക്ക്. തണ്ടടേ കുട്ടികൾ വന്നോളൂ. ഡാ ഹയാനെ
അമ്മിന്റെ കിച്ചണിൽ ഒരു കട തുടങ്ങി. കട അമ്മ ഒരു കട തുടങ്ങി. സർപ്രൈസ്. ഡെയിലി എത്ര പോയിന്റ്സ് നിങ്ങൾ വാങ്ങണം അതിനനുസരിച്ച് പോയിന്റ്സിന്റെ കാർഡ് അമ്മിന് കൊണ്ടുവന്ന് തന്ന അമ്മ ഇതൊന്നും ഓരോന്നും എടുത്തു തരും. പൈസ കൊണ്ട അയച്ചന്റെ പോയിന്റ്സ് കൊണ്ട് അയച്ചന്റെ പോയിന്റ്സ് അയച്ചൻ ഇന്ന് സ്കൂളിൽ എന്താ പഠിച്ചത്? പഠിച്ചോ? ശരി, അമ്മ എടുത്തുതരാം. അമ്മ എടുത്തുതരാം. റന കുട്ടികൾക്ക് എടുത്തു കൊടുക്ക്. ഇപ്പൊ ബിസ്ക്കറ്റ് ഭക്ഷണം കഴിക്കണം ഫസ്റ്റ്. താഴത്തെ കരച്ചിടുന്നില്ലേ? വേസ്റ്റ് താഴെ ഇടാൻ പാടില്ലെന്ന് അറിയില്ല. ഇനി ഡ്രസ്സൊക്കെ മാറ്റിയൊക്കെ മേലൊക്കെ കഴുകി നല്ല കുട്ടി ഞാനേ തന്നു. എനിക്ക് നിറയെ വേണം. ഞാൻ നിറയെ ചെയ്തില്ലേ? എനിക്കും നിറയെ ജെല്ലി. മതി. ഇനി ആര് ചോദിച്ചിട്ട് വരരുത് കേട്ടാ. എന്റെ അടുത്ത് അതാ ഹേസ് ഇവിടെ കാക്കി. ഇവിടെ സാലമ്മ തുടയ്ക്കാം. എനിക്കത് വേണ്ട, ജെല്ലി മാത്രം. ജെല്ലിയാണ് എനിക്കൊക്കെ അറിയാം. ജെല്ലി അയച്ചാ നീ ചെറിയ ബടവ കള്ളനെ. മാത്രം എടാ നീ ഒരു ട്രിപ്പ് കഴിച്ചു കഴിഞ്ഞില്ലേ? ഇത് രണ്ടാമത്തെ ട്രിപ്പല്ലേ? ഇനി അടുത്ത് ദീദി വരുന്നു. ശരി കാട്ട്. മതി. ഇഷ്ടപ്പെട്ട അമ്മി എന്താന്നാ പറഞ്ഞ? അമ്മി വെരി ഗുഡാ പറ. വെരി ഗുഡ്. ആര്? അമ്മി. എന്തുകൊണ്ട്? എന്തല്ല ചേച്ചി? പോയിന്റ്സ് ഒന്നല്ല, ഓസിക്ക്. മീശ വന്നിട്ട് അവർക്ക് മീശ കണ്ടോ? ഞങ്ങളുടെ അയന് മീശ വന്ന് കണ്ട ഫേവറേറ്റ് ഞാൻ പറഞ്ഞില്ലേ.